മുസ്ലിങ്ങൾ കൂടുതലുള്ള സ്ഥലത്തെ വോട്ടുകൾ വെട്ടിക്കളയാൻ ബി.ജെ.പിക്കാർ നിർബന്ധിക്കുകയാണ്, ഭരണത്തിൻ്റെ ആളുകൾ നിർബന്ധിക്കുകയാണ് എന്ന് പറയുന്നു. ഓഡിയോ റെക്കോർഡ്സ് പുറത്തു വരുന്നു. രാജ്യത്തിനൊരു ഞെട്ടലുമില്ലേ? ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനത്തിന് ഒരു ഞെട്ടലുമില്ലേ? അതാണുള്ള ചോദ്യം. ഇവിടുത്തെ പൊതുബോധത്തിന് ഒരു ഞെട്ടലുമില്ലേ? ആൾക്കാരെ ഇപ്പം നോക്കൂ, എനിക്ക് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം SIR-മായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംശയങ്ങൾ, ദുരൂഹതകൾ, ആളുകൾ ഉന്നയിക്കുന്ന പരാതികൾ, അതിൽ കാണുന്ന അസാധാരണമായിട്ടുള്ള കൂട്ടിച്ചേർക്കലുകളോ വെട്ടിക്കളയലുകളോ, ഇതൊന്നും രാജ്യത്തെ ആളുകളെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയല്ല. പണ്ട് അഖിലാക്കിനെ കാലിക്കടത്തിൻ്റെ പേരിലോ ബീഫിൻ്റെ പേരിലോ തല്ലിക്കൊന്നപ്പോൾ രാജ്യം ഞെട്ടി. പിന്നെ ഞെട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി ഒരു വാർത്താ സമ്മേളനം നടത്തിയ ഒരു കാര്യം പറഞ്ഞു. അതിനുശേഷം നിരന്തരമായി അതിനോട് യോജിക്കാൻ കഴിയുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. ആർക്കും ഒരു ഞെട്ടലുമില്ല. എന്ന് മാത്രമല്ല, അതിന് മറുപടി പറയേണ്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു അക്ഷരം മിണ്ടുന്നില്ല. SIR-നെ കുറിച്ച് തുടക്കത്തിൽ തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള കൺസേണും പരാതിയും ആക്ഷേപവും ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന മനുഷ്യൻ ഉന്നയിച്ചിട്ടുണ്ട്. ഭരണഘടനാപരമായ പദവിയാണല്ലോ, അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്കൊന്നും വൃത്തിയുള്ള മറുപടി നൽകാൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറ്റിയിട്ടില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന് പറ്റിയിട്ടില്ല. ഇതിപ്പോൾ മുസ്ലിം കേന്ദ്രങ്ങളിലെ വോട്ട് വെട്ടണം എന്നാണ് ആവശ്യപ്പെടുന്നതെന്ന് പറയുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ്? രാഹുൽ ഗാന്ധി കർണാടകയിലെ ഈ വോട്ട് വെട്ടൽ പരിപാടിയുടെ വിശദാംശം പങ്കുവെച്ചുകൊണ്ട് സംസാരിക്കുന്നു. അദ്ദേഹം പറയുന്നത് കോൺഗ്രസ്സുകാർക്ക് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ, കോൺഗ്രസുമായിട്ട് നാരോ എഡ്ജിൽ മാത്രം BJP ജയിച്ചിട്ടുള്ള മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ നാരോ എഡ്ജിൽ മാത്രം കോൺഗ്രസ് ജയിച്ചിട്ടുള്ള മണ്ഡലങ്ങൾ, അവിടെ കോൺഗ്രസ്സുകാരുടെ വോട്ട് വെട്ടാനായിട്ടുള്ള പണി വൃത്തിയായി നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഈ വോട്ട് വെട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ അമൃതയും ഞാനും അടുത്തുള്ള ആൾക്കാരാണ്. അമൃതയെക്കുറിച്ച് എനിക്കൊരു പരാതിയുണ്ട്. ഞാൻ പറയുകയാണ്, അമൃത ഇവിടെ ഇല്ല. ഒന്നുകിൽ അമൃത മരിച്ചുപോയി, അല്ലെങ്കിൽ അമൃത ഇവിടുന്ന് താമസം മാറി, അല്ലെങ്കിൽ അമൃതയ്ക്ക് ഇവിടെയും വേറൊരു സ്ഥലത്തും വോട്ടുണ്ട്, അമൃത വിദേശത്താണ്. ഇങ്ങനെ പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമൃത ഇവിടെ വോട്ട് വെട്ടാൻ എനിക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് സർക്കാർ സംവിധാനം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടത് എന്താണ്? അമൃതയ്ക്ക് ഒരു നോട്ടീസ് അയക്കും, എനിക്കും നോട്ടീസ് അയക്കും, ഹിയറിങ്ങിന് വിളിക്കും. ഹിയറിങ്ങിന് വിളിച്ചിട്ട് നിങ്ങൾ ഇവിടെയാണോ വോട്ട്, നിങ്ങൾക്ക് ഇരട്ട വോട്ടുണ്ടോ, നിങ്ങളിവിടെ ജീവിച്ചിരിപ്പുണ്ടോ, ഇവയെല്ലാം പരിശോധിച്ച് ഉറപ്പാക്കിയിട്ട് നോട്ടീസ് അയച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മാത്രമേ ഒരാളുടെ പേര് വെട്ടാൻ പാടുള്ളൂ എന്നാണ് വ്യവസ്ഥ പറയുന്നത്. പക്ഷേ കർണാടകയിൽ സംഭവിച്ചത് എന്താണ്? കർണാടകയിൽ ഒരു സ്ഥലത്ത് ഒരു മനുഷ്യൻ്റെ വോട്ട് കാണുന്നില്ല. അപ്പോൾ അയാൾ അവിടുത്തെ കോൺഗ്രസിൻ്റെ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അയാൾ നോക്കുമ്പോൾ അയാളുടെ അമ്മാവൻ്റെ പേര് കാണുന്നില്ല. അപ്പോൾ അയാൾ നോക്കുമ്പോൾ അമ്മാവൻ്റെ പേര് എന്തുകൊണ്ട് കാണുന്നില്ല? അമ്മാവനോട് ജീവിച്ചിരിപ്പുണ്ട്, അമ്മാവൻ കഴിഞ്ഞ വർഷം വോട്ട് ചെയ്ത ആളാണ്. അയാൾ പരിശോധിക്കുമ്പോൾ അമ്മാവൻ്റെ വീട്ടിന് തൊട്ടടുത്തുള്ള ആൾ അമ്മാവൻ ഇവിടെ ഇല്ലാത്ത ആളാണെന്ന് പറഞ്ഞ് ഒരു പരാതി കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്മാവനോട് ചോദിക്കുക പോലും ചെയ്യാതെ അമ്മാവനെ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം അയൽപക്കത്തെ കക്ഷിയെ വിളിച്ചു ചോദിച്ചു, താൻ എന്ത് പണിയാണ് കാണിച്ചത്? ഇത് ഇയാൾ അവിടെ പച്ചയ്ക്ക് ജീവിച്ചിരിക്കുമ്പോഴാണ് ഇയാൾ ഇല്ലാന്ന് പറഞ്ഞ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. അപ്പോൾ അയാൾ അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല, അയാൾക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. അപ്പോൾ കാണേണ്ട കാര്യം എന്ന് ചോദിച്ചാൽ, ഈ ആപ്ലിക്കേഷൻസും ഈ പറഞ്ഞ കൺസേൺ എല്ലാം ഓൺലൈൻ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതും റേസ് ചെയ്യപ്പെടുന്നതും പുലർച്ചെ 4 മണിക്കും 5 മണിക്കൊക്കെ വരുന്നു. 10-30 മിനിറ്റ് കഴിയുമ്പോൾ പേര് വെട്ടിക്കളയുന്നു. ഈ മാസീവായിട്ട് ഈ പരിപാടി നടക്കുകയാണ്. കർണാടകയിലെ പ്രശ്നം രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയാണ്. അയച്ച ആൾക്കറിയില്ല. അതിൻ്റെ മൊബൈൽ ലൊക്കേഷൻ പരിശോധിക്കുമ്പോൾ കർണാടകയ്ക്ക് പുറത്തുനിന്ന് എവിടുന്നൊക്കെ ഈ തരത്തിലുള്ള ഈ പരാതികൾ റേസ് ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ ആളുകൾ വെട്ടിക്കളയുന്നു. ഈ ആളോട് ചോദിക്കുക, ഹിയറിങ്ങിന് വിളിക്കുക, പരിശോധിക്കുക, നോട്ടീസ് അയക്കുക, ഈ വക ഒരു ഫോർമാലിറ്റീസും പൂർത്തിയാക്കുന്നില്ല. ഹരിയാനയിലെ സംഗതി പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയല്ലോ. അതിൻ്റെ അവസാനം അദ്ദേഹം ചില വീഡിയോസ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. കുറേ ആൾക്കാരെ അദ്ദേഹം അവിടെ കൊണ്ടുവരികയും ചെയ്തു. അവരൊന്നും ഈ പട്ടികയിലില്ല, അവരെല്ലാം വെട്ടിക്കളഞ്ഞിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി പറയുന്നത് കോൺഗ്രസ് സിമ്പതൈസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്, അവരോട് ചോദിക്കുക പോലും ചെയ്ത് അവർ പേര് വെട്ടിക്കളഞ്ഞിരിക്കുകയാണ്. ബീഹാറിൽ നോക്കൂ, ബീഹാറിൽ പല മേഖലകളിലും ആളുകളെ വ്യാപകമായി വെട്ടിക്കളഞ്ഞു. അവിടെ ചെന്ന ആൾക്കാരോട് മാധ്യമങ്ങൾ സംസാരിക്കുമ്പോൾ ഇങ്ങനൊരു പ്രോസസ്സ് നടക്കുന്ന കാര്യമേ അവരറിഞ്ഞിട്ടില്ല. അവർക്കൊരു ഫോമും വിതരണം ചെയ്യപ്പെട്ടിട്ടില്ല. അവരോട് ആരും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നോക്കുമ്പോൾ വോട്ടർ പട്ടികയിൽ അവരില്ല. കഴിഞ്ഞ തവണ അവർ വോട്ട് ചെയ്തവരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടി BJP മാർക്ക് ചെയ്യുന്നു. അവിടെയൊക്കെ മാത്രം ആളുകൾക്ക് വോട്ട് കുറയുന്നു. കിഷൻഗഞ്ച് പോലെയുള്ള സ്ഥലങ്ങളിൽ വോട്ട് കുറയുന്നു. അവിടുത്തെ എന്താണ് ആ മേഖലയുടെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ 2019 BJPയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അശോക യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ പഠനം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നാരോ എഡ്ജിൽ BJP ജയിച്ചിട്ടുള്ള മണ്ഡലങ്ങളുടെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ കംപ്ലീറ്റ് അസാധാരണത്വങ്ങൾ കാണുകയാണ്. അദ്ദേഹം പറഞ്ഞാൽ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളുണ്ട്. അതായത് 5 മണിയാകുമ്പോൾ അതുവരെ ഇല്ലാത്ത തരത്തിൽ വോട്ടേഴ്സിൻ്റെ ടേൺ ഔട്ട് കുതിച്ച് കയറുകയാണ്. ആ സമയത്ത് മാത്രം വന്ന് ഭയങ്കരമായ ആളുകൾ വോട്ട് ചെയ്തതിൻ്റെ കണക്ക് പിന്നെ പരിശോധിക്കുമ്പോൾ കാണുകയാണ്. എന്ന് മാത്രമല്ല, ആ മണ്ഡലങ്ങളുടെ കഥ, നാരോ എഡ്ജിൽ BJP ജയിച്ച മണ്ഡലങ്ങളുടെ കഥ എടുത്ത് പരിശോധിക്കുമ്പോൾ ആ മണ്ഡലങ്ങൾക്കകത്തെ മൈനോറിറ്റി ബെൽറ്റിൽ പലയിടത്തും ആളുകൾക്ക് വ്യാപകമായ ആളുകളുടെ വോട്ട് വെട്ടിക്കളഞ്ഞിരിക്കുന്നു. അവർക്കൊന്ന് വോട്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാവരും പറയുമല്ലോ, വോട്ടിംഗ് മെഷീനിൽ എന്തോ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അങ്ങനെ വോട്ടിംഗ് മെഷീനിൽ തട്ടിപ്പുണ്ടെന്നുള്ളത് ഇനിയും വ്യക്തത വരേണ്ട കാര്യമാണ്. വോട്ടിംഗ് മെഷീൻ ടാമ്പർ ചെയ്യാൻ കഴിയുന്നതാണെന്നാണ് ലോകത്ത് പല ആൾക്കാരും എക്സ്പെരിമെൻറ്റ്സിലൂടെ കാണിച്ചിട്ടുള്ളത്. പക്ഷേ അതിന് മുൻപേ ഒരു വലിയ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഹരിയാനയിലെ കാര്യം രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ഹരിയാനയിൽ അവിടെ ഗുസ്തിക്കാരുടെ സമരമുണ്ട്, അവിടെ കർഷക സമരമുണ്ട്, അവിടെ ബ്രിജ്ഭൂഷൺ ശരസിംഗിനെതിരായിട്ടുള്ള വലിയ വിമർശനമുണ്ട്. എന്തായാലും കോൺഗ്രസ് ജയിക്കുമെന്ന് എല്ലാവരും പറഞ്ഞു. കോൺഗ്രസിന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷേ BJPയുടെ മുഖ്യമന്ത്രി വോട്ടറിൻ്റെ തലേദിവസം വന്നിട്ട് ഒരു ചിരിയിരിച്ചു, ഞങ്ങൾ ജയിക്കും.
അതിനുള്ള സംവിധാനമൊക്കെ ഞങ്ങൾ ഏർപ്പാടാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞത്. എന്താണ് ഈ സംവിധാനം എന്ന് രാഹുൽ ഗാന്ധി ആ പ്രസ് മീറ്റ് ചോദിക്കുന്നുണ്ട്. അവർ തന്നെ ജയിച്ചു അവസാനം. എന്നിട്ട് അവിടെയാണ് രാഹുൽ ഗാന്ധി കാണിച്ചത് എന്താണ് ബ്രസീലിൽ നിന്ന് വന്നിട്ടുള്ള യുവതി 22 സ്ഥലത്ത് വോട്ട് ചെയ്തത്. പിന്നെയും അതിൻ്റെ ഭയങ്കര രസകരവും ഞെട്ടിക്കുന്നതുമായിട്ടുള്ള വിവരങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടല്ലോ. അപ്പോൾ ഒരു വലിയ കേന്ദ്രീകൃതമായ പരിപാടി ഈ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണുക. അപ്പോൾ ഈ ഭയങ്കര വിജിലൻസ് ഉണ്ട്. നമുക്ക് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കല്ലോ കേരളത്തിലെല്ലാം വളരെ വിജിലൻ്റാണ്, ഇവിടെ ഒന്നും സംഭവിക്കാൻ പറ്റില്ല, രാഷ്ട്രീയ പാർട്ടികൾ ഭയങ്കര വിജിലൻസ് ഉണ്ടെന്ന്. അങ്ങനെ വിജിലൻ്റ് ആണെന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു തൃശ്ശൂർ. അവിടെ ഒരു ഫ്ലാറ്റിൽ 8 പേരാണ് വോട്ട് ചെയ്തത്. ഫ്ലാറ്റ് ഉടമയോട് ചോദിക്കുന്നത് ഇവിടെ അങ്ങനെ ആരുമില്ല. ഈ 8 പേരെക്കുറിച്ച് അവർക്കും അറിയില്ല, 8 പേർക്ക് പരസ്പരം അറിയില്ല. അത് കേരളത്തിൽ നടന്നു. അപ്പോൾ ഈ തൃശ്ശൂരിലെ കാര്യം ആലോചിക്കണം. തൃശ്ശൂരിൽ ഈ പട്ടിക പുറത്തുനിന്ന് ശേഷം മൊത്തം പ്രശ്നമാണുള്ളതെന്ന് പറഞ്ഞ് CPI സമീപിച്ചപ്പോൾ കളക്ടർ പറഞ്ഞ് ഇപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യട്ടെ, പിന്നെ നോക്കാമെന്നാണ്. എല്ലാവരും വോട്ട് ചെയ്തു. സുരേഷ് ഗോപി ജയിച്ചു. പിന്നെ അന്ന് നോക്കിയില്ല, പിന്നെ നോക്കിയില്ല. ഈ ഉന്നയിച്ച പ്രശ്നങ്ങളെല്ലാം എന്താ പറയുന്നത് തോറ്റതിലുള്ള നിരാശ കൊണ്ടാണെന്ന് പറഞ്ഞു നടക്കാണ് BJPക്കാർ. അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, രാജ്യത്ത് ഈ തരത്തിൽ ഞങ്ങൾക്കിഷ്ടമില്ലാത്ത ആളുകളുടെ വോട്ട് വെട്ടിക്കളയുക എന്ന് പറഞ്ഞ പണി നടക്കുന്നുണ്ട്. അത് നമ്മൾ ബീഹാറിൽ കണ്ടതാണ്. അത് നമ്മൾ ഇപ്പോൾ 58 ലക്ഷം ആൾക്കാരുടെ പേര് വെട്ടിയെന്ന പ്രശ്നം പശ്ചിമ ബംഗാളിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ ആ പ്രശ്നം കാണുന്നുണ്ട്. നമ്മൾ ഹരിയാനയിൽ ആ പ്രശ്നം കണ്ടിട്ടുണ്ട്. ഇതൊരു വലിയ പ്രോജക്റ്റായി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരായിട്ട് ശബ്ദം ഉയർത്തുന്ന രാഹുൽ ഗാന്ധിയോട് വാർത്താ സമ്മേളനം നടത്തലല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞ് കളിയാക്കണോ അതേ പേര്. വാർത്താ സമ്മേളനം നടത്തലും ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യലും പ്രധാനമാണ്. അതുകൊണ്ട് ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമര രാഷ്ട്രീയ വിഷയമായി മാറേണ്ടത് ഒന്നാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യത അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് ഭരണകൂടത്തിൻ്റെ സഹായമുണ്ട്. ഭരണ പാർട്ടിയാണ് അതിന് ബെനിഫിഷ്യറി. തൃശ്ശൂരിൽ ഈ പ്രശ്നം പുറത്തു വന്നപ്പോൾ LDFും UDFും പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. പരാതി കൊടുക്കില്ല എന്ന് പറഞ്ഞൊരു പാർട്ടിയുള്ളത് BJP ആണ്. എന്താ പരാതി കൊടുക്കാത്തത്? ബെനിഫിഷ്യറിക്ക് പരാതി ഉണ്ടാവില്ലല്ലോ, ഗുണഭോക്താവിന് എവിടെയും പരാതി ഉണ്ടാവില്ല. ഇവിടെ എന്താണ്? ഇവിടെ രാഹുൽ ഗാന്ധി പ്രശ്നം ഉന്നയിക്കുന്നു, അഖിലേഷ് യാദവ് പ്രശ്നം ഉന്നയിക്കുന്നു, മമത പ്രശ്നം ഉന്നയിക്കുന്നു, RJD പ്രശ്നം ഉന്നയിക്കുന്നു. പ്രശ്നം ഉന്നയിക്കാത്ത ഒരു പാർട്ടിയുള്ളത് BJP ആണ്. കാരണം ബെനിഫിഷ്യറിക്ക് എവിടെയും പരാതി ഉണ്ടാവില്ല. ഇതിൻ്റെ എല്ലാം ഗുണഭോക്താവ് നോക്കൂ, സമീപകാലത്ത് മൊത്തം BJP ആണ്. അപ്പം BJPക്ക് മാത്രം സഹായം കിട്ടുന്ന ഈ ഏർപ്പാട് എങ്ങനെ നിരന്തരം സംഭവിക്കുന്നതിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാർത്താ സമ്മേളനം നമുക്ക് ഓർമ്മയുണ്ട്. BJP വക്താവാണോ അതോ കമ്മീഷനാണോ എന്ന് സംശയം തോന്നുന്നു. നമ്മൾ ഈ വാർത്താ സമ്മേളനം കേട്ടോ, തോറ്റതിന് നിരാശയാണെന്നൊക്കെ പ്രതിപക്ഷ നേതാവരോട് പറയാണ്. അപ്പോൾ ഇത് എൻ്റെ പ്രശ്നം, നമ്മുടെ രാജ്യത്തെ പല സംഗതികളും പോലെ നമുക്കിത് യൂസ്ഡായി പോകുന്നുണ്ടോ നമ്മൾ പേടിക്കണം. BJP അല്ലേ, കുറച്ചൊക്കെ നമ്പറൊക്കെ അവരെ കാണും. ഇലക്ഷൻ്റെ വിശ്വാസ്യതയൊക്കെ കണക്കാണ്. ഒരു പോകെ മനുഷ്യർക്ക് ഈ സംഗതിയിൽ വിശ്വാസം ഇല്ലാതാവും. നമ്മൾ പോയി വോട്ട് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, അത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നും. നമ്മൾ പോയി വോട്ട് ചെയ്താലും കൗണ്ട് ചെയ്യപ്പെടുന്നത് ഈ വോട്ടൊന്നും ആയിരിക്കില്ല എന്ന് ജനത്തിന് അവിശ്വാസം തോന്നിടത്ത് തുടങ്ങും പ്രശ്നം. നമ്മളെപ്പോഴും ഇവിടെ പറയാറുള്ളത് പോലെ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ അതിൻ്റെ കരുത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള ജനങ്ങളുടെ വിശ്വാസമാണ്. എന്തൊക്കെ പറഞ്ഞാലും വോട്ട് ചെയ്യുന്നത് അവിടെ നോട്ട് ചെയ്യപ്പെടുമെന്നും ആ നോട്ട് ചെയ്യപ്പെടുന്ന വോട്ട് കൗണ്ട് ചെയ്യപ്പെടുമെന്നുള്ള നമ്മുടെ വിശ്വാസം. അതില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മറ്റു പല രാജ്യങ്ങളിലും പോലെ അപകടകരമായ അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഇത് അഡ്രസ്സ് ചെയ്യാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തയ്യാറാവണം, കമ്മീഷൻ തയ്യാറാവണം. അതല്ലാത്ത പക്ഷം ഇന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രഥമ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ കാണേണ്ട വിഷയം ഇതാണ്, വേറെ ഒന്നുമല്ല. കാരണം നിങ്ങൾ എന്തെല്ലാം തരത്തിലുള്ള പ്രചാരണം നടത്തിയാലും, നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള ഓഫറുകൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചാലും, വോട്ട് നേരത്തെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനായി പണിയെടുക്കുന്നത്? കാര്യമില്ല. നിങ്ങൾ എടുക്കുന്ന പണി നിങ്ങൾക്ക് അധികാരത്തിൽ വരാനാണ്, നിങ്ങൾക്ക് ജയിക്കാനാണ്, MLAയും MPയും ആകാനാണെങ്കിൽ ആദ്യം നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ട പ്രശ്നം ഇതാണ്. അതായത് കമ്മീഷൻ നേരിട്ട് ഇറങ്ങി വന്നിട്ട് അയ്യോ അവിടെ കുറേ മുസ്ലിങ്ങളെ വെട്ടി, അത് ശരിയല്ലോ എന്ന് പറഞ്ഞ് കമ്മീഷൻ വരാൻ പോകുന്നില്ല. കമ്മീഷനെ തീരുമാനിക്കുന്നത് മോദിയാണ്. സുപ്രീം കോടതി പറഞ്ഞതിൻ്റെ അപ്പുറത്തൂടെ മോദി ഒരു പുതിയ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ട് മോദിയുടെ മന്ത്രിയും കൂടിയാണ് കമ്മീഷനെ തീരുമാനിക്കുന്നത്. അതിൻ്റെ റാങ്ക് വരെ അവർ താഴ്ത്തി. സോ അതുകൊണ്ട് സമരങ്ങളാണ് ലോകത്തെ സൃഷ്ടിച്ചത്, സമരങ്ങളാണ് ചേഞ്ചസ് ഉണ്ടാക്കിയത്. സമരം എന്ന് പറയുന്ന സംഗതിക്ക് ഒരു തുടർച്ച ഉണ്ടാക്കണം. രാഹുൽ ഗാന്ധിയോടും പറയാനുള്ളത്, നിങ്ങളുടെ ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് അടുത്ത വാർത്താ സമ്മേളനം എന്നതിനിടയിൽ എടുക്കേണ്ട പണിയുണ്ട്. ആ പണി എടുക്കണം.